ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകട്ടെ കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് 2 നേരം അറിയിക്കുക. ഇച്ചിരി വൈകി പോയി. നമുക്ക് ഈ വെള്ളിയാഴ്ച സെക്കൻഡ് ഫ്രൈഡേ ആണ്, 9-ാം തീയതിയാണ് നമ്മുടെ കുറവലങ്ങാട് പള്ളിയിൽ പിന്നെ സായാഹ്ന കൺവെൻഷൻ. നിങ്ങൾ എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഈശോയുടെ കൃപയാൽ ഞാനിപ്പോൾ അട്ടപ്പാടിയിലാണെങ്കിലേക്ക് അവിടേക്ക് കൺവെൻഷൻ്റെ അതാകുമ്പോഴത്തേക്ക് എത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിന്ന് ആൾക്കാർ വിളിക്കുകയാണ്. മഴ നോക്കരുത്, വെള്ളപ്പൊക്കം ഒന്നും നോക്കരുത്, ഈശോയുടെ അടുത്തേക്ക് വരണം കേട്ടോ. കല്ലേക്കൂട്ടി വരണം. പിന്നെ 10-ാം തീയതി പിറ്റേ ദിവസം നമുക്ക് സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ, സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ നമ്മൾ PDM സെന്ററിൽ വെച്ച് നടത്തുന്നത്. അത് നിങ്ങൾ യുവജനങ്ങൾ വേഗം വിളിച്ച് ബുക്ക് ചെയ്യണം. അത് 100 പേർക്കേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഗസ്റ്റ് 15, 16, 17, 18 വാഴക്കുളത്ത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വാരാന്ത്യ ധ്യാനം പോലത്തെ ഒരു ധ്യാനം. അപ്പോൾ അവധി ദിവസങ്ങളാണ് കൂടുതൽ. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും വേഗം ബുക്ക് ചെയ്തു കേട്ടോ. കാർഡ് ഞാൻ ഇന്നലെ ഇട്ടിച്ച് വൈകിപ്പോയി. നിങ്ങൾ ഒന്നുകൂടെ കയറി നോക്കിയാൽ മതി ഫേസ്ബുക്കിൽ. പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം വായിക്കാം. ഈശോയിലെ തന്നെ സ്നേഹമുള്ള ബിനോയ് അച്ഛൻ അറിയാൻ, എൻ്റെ പേര് സോണിയ. അച്ഛൻ്റെ ടോക്ക് കേട്ട് കുറവലങ്ങാട് ധ്യാനത്തിന് വരികയും അതുവഴി ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ പറഞ്ഞു തീർന്നില്ല, സാക്ഷിയായി. ഞങ്ങൾ 7 വർഷം മുൻപേ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. എന്നാൽ അതൊരു വീട് വെക്കാൻ പറ്റാത്ത രീതിയിൽ ആധാരത്തിൽ സ്ഥലം തരം മാറി കിടക്കായിരുന്നു. അത് മാറ്റാൻ പല വഴിക്ക് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. പഞ്ചായത്തിൽ നിന്ന് സ്ഥലത്തിന്റെ തരം ഒരിക്കലും മാറുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ്റെ ടോക്ക് കേൾക്കാനിടയായി. ടോക്ക് കേട്ട് സ്ഥിരം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്ക് ആ സ്ഥലത്തിന്റെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടി. അതിനുശേഷം ഞങ്ങൾ കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ ധ്യാനത്തിന് വരികയും ആ സ്ഥലത്തെ കുറച്ച് മണ്ണെടുത്ത് ധ്യാനത്തിന്റെ അവസാനം എല്ലാവരും അങ്ങനെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കും വരുന്ന ആ സമയത്ത് അച്ഛനോട് വീട് പണിയാനാണെന്ന് പറയുകയും ചെയ്തു. അച്ഛൻ ആ മണ്ണ് ആശീർവദിച്ച് എല്ലാം ശരിയാകട്ടെ എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം വീട് പണി തടസ്സം കൂടാതെ നടക്കുകയും 3 മാസമായിട്ട് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് സാക്ഷിയൊക്കെ എഴുതി അയച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഈശോയുടെ പ്രവർത്തനമാണ് കേട്ടോ. നമ്മളിങ്ങനെ ശരിയാകട്ടെ, തടസ്സം മാറട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കഴിവല്ല. കാരണം സംഖ്യ 6, 22, 27 പറയുന്നു, പുരോഹിതൻ പറയുമ്പോൾ ദൈവമാണിത് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്തായാലും ഇങ്ങനത്തെ വീട് പണി, ഇങ്ങനെ ആധാരം, സ്ഥലം പ്രശ്നമുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ വിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് ഇതാണ്: വിഷമങ്ങളെ എടുക്കേണ്ട രീതി എന്നതിനെ കുറിച്ചാണ്. ജോൺ ചാപ്റ്റർ 16 verse 7 ഈശോ പറയാണ്, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വരന്മാരാണ് പറയുന്നത്, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് സഹായകൻ പിന്നെ ഒരിക്കലും വരികയില്ല. ഞാൻ പോയാൽ അവനെ സഹായകനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ സഹനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈശോ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പം എന്ന് പറഞ്ഞത് പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പെട്ടെന്ന് രോഗം വരുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ എടുക്കപ്പെടുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ശരിയാണ്, പിരിയാൻ പറ്റാത്ത ഒരു സംഭവമാണ്. പക്ഷെ എന്തായാലും ഉദാഹരണമായി വിദേശത്തേക്ക് പോന്നു, പിരിയാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ഒരാളെവിടെ. കാരണം നമ്മുടെ ഭക്ഷണവും കാര്യങ്ങളും മക്കളെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നടക്കണ്ടേ, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് ഭർത്താവ് പരിചയം അല്ല, ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുകയാണ്, കുറച്ച് കാലത്തേക്ക് പിരിയുന്ന എന്തിനാണ്? ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആത്യന്തികമായിട്ട് അത്ര നന്മയുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പോയാലാണ് സഹായം വരുള്ളൂ. അപ്പം ചില സഹനങ്ങൾ വരുമ്പോഴേ വേറെ ചിലത് വരുള്ളൂ, ഇല്ലെങ്കിൽ വരികയില്ല. അൽഫോൺസാമ്മ ഈ സഹനമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് എന്താ സഭയിൽ എന്തോ അത്ര നന്മയാണ്. വേറെ ചില നന്മ അത് എടുത്തില്ലായിരുന്നെങ്കിൽ അത് വരികയില്ലഞ്ഞു. അതാണ് സഹായകൻ വേറൊരു അർത്ഥം വ്യാഖ്യാനിക്കുന്നെന്ന് പറയുന്ന. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മാത്രമല്ല പോയാലാണ് സഹായകനെ അയക്കുള്ളൂ. ഇപ്പം സഹനത്തിലൊക്കെ നമുക്കൊരു സഹായകന് ദൈവത്തിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് കേട്ടോ. ഏത് കേസ് വരുമ്പോൾ അങ്ങനെയെങ്കിലും എടുത്തോ. അതാണ് വിഷമങ്ങൾ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക. ഇതിനെ അധികം കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഷോട്ടെ അവിടുത്തെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. വിശ്വസ്വർഗത്തിലേക്ക് ചെല്ലുന്നു അല്ലേ, പിതാവ് പരിശുദ്ധാത്മാവിനെ സഹായകനെ അയക്കുന്നു അല്ലേ, പുത്രനായ ഈശോ അത് വായിക്കുന്നു, വാഗ്ദാനം ചെയ്യുന്നു, അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഓരോ വചനവും നമുക്ക് പല സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ഈശോ കൃപ തരും. ഇന്നതിന് കുർബാന രൂപാന്തരീകരണ തിരുനാളിന് മംഗളങ്ങൾ പറയാൻ വിട്ടുപോയി കേട്ടോ. കുർബാന നിങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞ് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. രൂപാന്തരീകരണ തിരുനാളിൽ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ അടുത്ത വെള്ളിയാഴ്ച വരണം കേട്ടോ.
പിന്നെ അതേപോലെ സെക്രട്ടറി യൂത്ത്, പിന്നെ എല്ലാം ഓർമ്മയിൽ വെക്കണം കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ ഈ നല്ല ദിവസം, കർത്താവ് രൂപാന്തരീകരണ തിരുനാൾ ദിവസം, കർത്താവ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ വചന ശുശ്രൂഷ എടുത്ത് ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ദൈവം സ്വർഗത്തിനുള്ള ആശീർവാദത്തിന് കരം നീട്ടണമേ. കുർബാനയിൽ കേട്ടതുപോലെ കർത്താവ് മനസ്സിന്റെ ഒരു നവീകരണം വഴി രൂപാന്തരപ്പെടുന്ന കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം പ്രത്യേകിച്ച് നാളുകളായിട്ട് സ്ഥലത്തിൽ ആധാരം ശരിയാകുന്നില്ല, പട്ടയം കിട്ടുന്നില്ല, തരം മാറിക്കിടക്കുന്നു, അല്ലെങ്കിൽ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നു. എത്ര നോക്കിയിട്ട് പഴയകാല ഡോക്യുമെന്റേഷന്റെ പ്രശ്നങ്ങള് തെറ്റുപറ്റിയപ്പോൾ തിരുത്താം, അതുപോലെ കെട്ടുകിടക്കുന്ന എല്ലാ കെട്ടുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് വീടുമണി നഷ്ടങ്ങളായിട്ട് സ്ഥലം മേടിച്ചിട്ട് പണി നടക്കുന്നില്ല, അങ്ങനത്തെ വളരെ തടസ്സങ്ങൾ കെട്ടുകൾ മാറി യേശു നാമത്തെ തടസ്സം നീങ്ങട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് നിന്ന് വചനം കേട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ വ്യക്തിപരമായ നിയമങ്ങളെയും, യാത്രകൾ, പ്രാർത്ഥന ആവശ്യങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം വിശുദ്ധി ജപിക്കാൻ കൃപ ലഭിക്കട്ടെ. ഇന്നത്തെ ദിവസം നന്നായി പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ. ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിക്കട്ടെ. പ്രഭാതത്തിൽ വചനം കേൾക്കുന്നവർക്ക് ഇന്ന് അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.